നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എല്ലാം സാലറി അറിയാമോ നിങ്ങൾക്ക്? അതെ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ നമ്മുടെ മുഖ്യൻ വരെയുള്ളവരുടെ സാലറി അല്ല, നമ്മുടെ പ്രധാനമന്ത്രി വരെയുള്ളവരുടെ സാലറി എത്രയെന്നറിയണ്ടേ? അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ സാലറി 7,000 മുതൽ 8,000 രൂപ വരെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് 13,200, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് 14,600, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 15,800. ഇനി നമ്മളുടെ മേലറി സാലറി 15,800. അതിന് പുറമെ നമ്മളുടെ ട്രാവൽ അലവൻസ്, മെഡിക്കൽ അലവൻസ്, മീറ്റിംഗ് അലവൻസ്, അങ്ങനെ പല അലവൻസും ഉണ്ട്. കൂടാതെ നമ്മുടെ MLAയുടെ സാലറി 70,000 ആണ്, പ്ലസ് ഓൾ ദ അലവൻസസ് ഉണ്ട്. MP-യുടെ 1,24,000 പ്ലസ് ഓൾ അലവൻസ്. മുഖ്യമന്ത്രിയുടെ വന്നിട്ട് 1,85,000 പ്ലസ് ഓൾ അലവൻസ് ആണ്. ഈ അലവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സെക്യൂരിറ്റി അലവൻസ്, ട്രാവൽ അലവൻസ്, മീറ്റിംഗ് അലവൻസ്, ഹോസ്പിറ്റൽ അലവൻസ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര അലവൻസ് സാലറീസ് വേറെയും കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതായത് പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രൈം മിനിസ്റ്റർ വരെ എങ്ങനെയാണ് നമ്മൾ എത്തുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയാം. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, അതെങ്ങനെയാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഒരു ഗ്രാമം അല്ലെങ്കിൽ വാർഡ് തലത്തിൽ താമസിക്കുന്ന ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്തിട്ടാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവരുടെ അധീനതയിൽ വരുന്ന കാര്യങ്ങളാണ് ആ ഗ്രാമത്തിലുള്ള വികസന കാര്യങ്ങൾ. റോഡ്, കുടിവെള്ളം, ശുചിത്വം, സബ്സിഡികൾ, മറ്റ് ക്ഷേമ പദ്ധതികളെല്ലാം ഈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ അധീനതയിൽ വരുന്ന കാര്യമാണ്. അടുത്തതാണ് രണ്ടാമത്തെയാണ് MLA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു സംസ്ഥാനം പല നിയമസഭാ മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ മണ്ഡലത്തിലും ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരാളെ MLA ആയിട്ട് തിരഞ്ഞെടുക്കും. എല്ലാ MLAമാരും ചേർന്നിട്ടുള്ളതാണ് ഒരു നിയമസഭ. അങ്ങനെ പല മണ്ഡലങ്ങളായിട്ട് ജയിച്ചു വന്ന MLAമാർ ചേർന്നതാണ് ഒരു നിയമസഭ. അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടിയുടെ നേതാവാണ് നമ്മുടെ നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. എങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വെച്ചാൽ ഇന്ത്യയെ പല ലോക്സഭാ മണ്ഡലങ്ങളായി വിഭജിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ മണ്ഡലത്തിലും ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ഒരു MP-നെ തിരഞ്ഞെടുക്കും. അങ്ങനെ എല്ലാ MP-മാരും ചേർന്നിട്ടാണ് ഒരു ലോക്സഭ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ മൊത്തം MP-മാരും ചേർന്നാണ് ഒരു ലോക്സഭ എന്ന് പറയുന്നത്. ഈ ലോക്സഭയിലുള്ള MP-മാർക്ക്, അതായത് MP-മാർക്കാണ് പ്രധാനമന്ത്രിയെ ഡയറക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള, ഇലക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റുള്ളൂ. അല്ലാണ്ട് ജനങ്ങൾക്ക് നേരിട്ട് പ്രധാനമന്ത്രിയെയോ ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയോ തിരഞ്ഞെടുക്കാനാവില്ല. MLA അല്ലെങ്കിൽ MP-മാർ വഴിയാണ് നമ്മളെ നാടിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഇലക്ഷൻ്റെ ഒരു വളരെ ചെറിയൊരു ഫോം കേട്ടോ. കാണുന്നവർ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.